ഇങ്ങനെ എന്തായാലും ഒരുപാട് പേര് വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് ആളുകൾ ഇതേപോലെ തിരിച്ചറിഞ്ഞ് മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആ ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു? അങ്ങനെ മെമ്മറിയിൽ ഇപ്പൊ അങ്ങനെ വലിയ ഇൻസിഡൻസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നെ കുറച്ചുപേരൊക്കെ ഇങ്ങനെ വന്ന് അടുത്ത് സംസാരിക്കുക ഇന്ന കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് ഞാനിങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം ടിക്ടോക്കിൽ. ഞാൻ ഇങ്ങനൊരു സ്റ്റേജൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് തുടങ്ങിയ ഒരാളെ അല്ല. അപ്പോൾ ഓരോ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും എനിക്ക് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ദൂരെ നിന്ന് ഇത് ആ കുട്ടിയല്ലേ എന്ന് പറയുന്നതിലും എനിക്കിഷ്ടം എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം. അറിയില്ലെങ്കിൽ പോലും ചിലർക്ക് പേരറിയില്ലായിരിക്കും, പക്ഷെ ഫേസ് എവിടെയെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും എന്റെ പേര് ചൈതന്യ. അങ്ങനെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. അപ്പൊ തുടക്കത്തിലേക്ക് ഇങ്ങനെ അറിയുമ്പം ഞാൻ ഒന്നും ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ എനിക്കും ഭയങ്കര ഒരു എന്റെ ദൈവമേ. ഞാൻ ചൈതന്യയുടെ ഒരു നല്ലൊരു മൊമെന്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, റൊണാൾഡോ ചിത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്ലോക്കിന്റെ അവിടെ പെട്ടെന്ന് ഈ ബസ്സും വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുന്നത്. ആ ബസ്സിലുള്ളവരെല്ലാരും ചൈതന്യ എനിക്ക് തോന്നുന്നു നേരം എന്തോ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അജിക്കാണോ അതാണോ അങ്ങനെ എന്തോ ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താ ഫുള്ള് ആൾക്കാര് ഇങ്ങനെ ചേച്ചിമാരും ഒക്കെ. ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. നമ്മള് റോഡിൽ നിൽക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു അശ്വിൻ ചേട്ടന്റെ കാര്യമല്ലോ. ഞാൻ ഫസ്റ്റ് ഈ പടത്തിലോട്ട് വരുമ്പോ എന്നെ വിളിച്ചു, റിനോയ് ചേട്ടൻ ഇങ്ങനെ വിളിച്ചു. ഞാൻ ഇങ്ങനെ കഥയൊക്കെ കേട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു അശ്വിൻ ജോസ് നായകൻ. അപ്പം ഇതുപോലെ ക്യൂൻ കഴിഞ്ഞ് കളർ പടമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാം. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര അശ്വിൻ ചേട്ടനെ എനിക്ക് അറിയുകയും ചെയ്യാം, ആക്ടിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ പറയുമ്പോ അശ്വിൻ ചേട്ടനാണോ, അശ്വിൻ ജോസാണോ, സീൻ എല്ലാം ഫിക്സ് ചെയ്തു. എന്നെ മതിയല്ലേ? അല്ല അങ്ങനെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല ഞാൻ പറഞ്ഞത് ഈ ഫാൻ മൊമെന്റിന്റെ ഒരു ഇത് ഞാൻ അന്ന് കണ്ടതാ. ഇങ്ങനെ എല്ലാം നിൽക്കുമ്പോ ഒരു ബസ്സിൽ എല്ലാരും വന്ന് ഇങ്ങനെ കൈ കാണിക്കാന്നൊക്കെ പറഞ്ഞ അതൊക്കെ നമ്മൾക്ക് മറ്റേ ഫീൽ അല്ലേ? അതെ അതെ അതെ, നമ്മള് എല്ലാവർക്കും ഒരു ആഗ്രഹമല്ല അങ്ങനെയൊക്കെ. ചൈതന്യ ഇത്ര ചെറിയ കുട്ടിയാണെന്ന് ശരിക്കും പറഞ്ഞാല് സ്റ്റാർ മാജിക്കിലൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഏജ് ഒക്കെ മനസ്സിലായത് അല്ലേ? അതിനു മുമ്പ് ചിലപ്പോ ഒരു 17 വയസ്സിലൊക്കെ ഇടുമ്പോ തന്നെ എല്ലാരും ചിലപ്പോ വിചാരിച്ചില്ലേ 20s-ലാണെന്നൊക്കെ എല്ലാരും. അതെ, പിന്നെ അപ്പൊ അത് +2-ലൊക്കെ അല്ലേ ആ സമയത്തൊക്കെ? ഞാൻ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നപ്പോ +2-ല്. ഞാൻ ആ സമയത്തേക്ക് ഞെട്ടിട്ട് +2-ല് പഠിക്കുന്ന കുട്ടിയായിരുന്നു. വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ഇത്തിരി കൂടെ വലിയ കുട്ടിയാണെന്നൊക്കെ, പിന്നെ അതുപോലെ സ്കൂൾ കുട്ടിയാണെന്നൊക്കെ. ഈ മറ്റേ കണ്ടന്റ് സിനിമാറ്റിക് ആയിട്ട് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയ സ്റ്റാർട്ടിങ് ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളല്ലേ ചൈതന്യ? അതിനു മുമ്പേ കൂടുതൽ പേരും ഫോണിലൊക്കെ തന്നെ ആയിരുന്നു. അതിനോടുള്ള ആ ഒരു ഐഡിയ എവിടുന്നായിരുന്നു കിട്ടിയത്? വീഡിയോഗ്രാഫർ തന്ന ഐഡിയ ആണോ അതോ? അല്ല, ഞാൻ തുടക്കം എടുത്തത് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ നെയ്ബറാണ്. കൊറോണ ടൈം ആയിരുന്നു. അപ്പൊ ഞാൻ നാട്ടില് നമ്മളെല്ലാരും പെട്ടി ഇങ്ങനെ ഇരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാരും ഇങ്ങനെ ഇരുന്നപ്പോ ചുമ്മാ എടുത്ത് തുടങ്ങിയതാണ് ഒരു വീഡിയോ DSLR-ല്. അതിന് മുന്നേ എടുത്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കാര്യമായിട്ട് ഇനി ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെയൊന്നും ആ ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു വീഡിയോ ഞങ്ങൾ ഒരു റിക്രിയേഷൻ പോലെ ചെയ്തത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു ശ്രുതി 3 മൂവിയിലെ ശ്രുതി ഹാസന്റെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ശ്രുതി ഹാസൻ സ്റ്റോറിയിലൊക്കെ ഷെയർ ചെയ്തു. വലിയ സംഭവമായിരുന്നു എനിക്ക്. ഇതുവരെ എന്റെ വീഡിയോസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ ശ്രുതി ഹാസനൊക്കെ വീഡിയോ ഷെയർ ചെയ്തു. അപ്പൊ അങ്ങനെ സോ അതിനുശേഷം പിന്നെ കൊറോണ ടൈം ഫുൾ കുറേ ഞങ്ങളിങ്ങനെ കണ്ടന്റ്, അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് അതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുറെ പേരും കൂടി പിന്നെ ഈ എന്താ പറയാ ക്യാമിൽ എടുക്കുന്നതായി. പിന്നെ ക്വാളിറ്റി കണ്ടന്റ്സ് പിന്നെ അങ്ങനെ അതിന് തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. തുടക്കം ഞാനാണോ ഇട്ടേന്ന് അറിയില്ല, പക്ഷെ തുടക്കത്തിലുള്ള കുറച്ച് പേരിൽ ഒരാളായിരുന്നു ഞാനെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്ക് എന്താ പറയാ ദൈവവിശ്വാസമുള്ള ആളാണോ? എല്ലാം നേച്ചർ ബ്ലെസ്സിങ്സും കൂടെ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്, എല്ലാം വന്നു ചേരുന്ന പോലെ അല്ലേ? അങ്ങനെ നമ്മള് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം
വർക്ക് ചെയ്യാം, Work അതിനുള്ള ചെയ്യാം. അതെ, അതെ, അതെ. കിട്ടും. കിട്ടും. ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഈ കൂട്ടത്തിൽ ഫീൽ ചെയ്ത സംഭവം എന്തായിരുന്നു? ഏത് ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചത്? എന്റെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിന്റും, ഇപ്പോ ഈ റൊണാൾഡോ ചിത്രം വന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ മാജിക്, അതുപോലെ ഞാൻ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാം ഞാൻ അങ്ങനെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സംഭവമൊന്നുമല്ല. എങ്ങനെയോ വന്നതാണ്. അതൊക്കെ എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്സ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ടേണിംഗ് പോയിന്റ്സ് ആണ് അതൊക്കെ. പലരുടെയും ലൈഫ് പല രീതിയിലാണല്ലോ. ചിലരുടേത് ഇതേപോലെ പ്രതീക്ഷിക്കാതെ ഓരോ ട്വിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ചിലരെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ഇത് ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിൽ അശ്വിൻ ചേട്ടനെ പെടുത്താൻ പറ്റും? പ്ലാൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഫുൾ പ്ലാൻ, ഒരുപാട് പ്ലാൻ ഉണ്ട്. പ്ലാനുണ്ട്. പക്ഷെ ആ പ്ലാൻ നടക്കണമെന്നില്ല. ആ പ്ലാൻ ഇല്ലാതെ വരുമ്പോൾ അടുത്ത പ്ലാൻ ഇടുക, വീണ്ടും പ്ലാൻ ഇടുക എന്നുള്ള ഒരു കൂട്ടത്തില്ല ഞാൻ. പിന്നെ എന്താ പറയോ, ഈ നമുക്ക് ഈ എന്താ പറയാ, സിനിമയിലേക്ക് ഞാൻ വന്നതും ഇതൊക്കെ ഞാൻ ആദ്യം കുറെ ഓഡീഷൻസിന് പോകുമായിരുന്നു. പിന്നെ ആ ഓഡീഷൻസ് ഒക്കെ ആ സമയത്ത് കുറെ ഫേക്ക് ഓഡീഷൻസ് ഒക്കെ ആ ടൈമിലുണ്ടായിരുന്നു. പിന്നെ ഒരു ടൈമിൽ ഞാൻ ഓർത്തു, ഓക്കെ ഞാൻ എന്തെങ്കിലും റൈറ്റ് ചെയ്തിട്ട് അത് പ്രോജക്റ്റ് ആക്കാൻ നടക്കാമെന്ന്. അതും ഒരു പോയിന്റ് ഇങ്ങനെ നടക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും എൻ്റെ പരിചയത്തിൽ ഒരു ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പടത്തിന്റെ ഓഡീഷൻ നടക്കുന്നുണ്ട്, പുതിയ ആൾക്കാരെ വേണ്ട, ക്വീൻ എന്നൊക്കെ പറഞ്ഞ് പോയി നോക്കാമെന്ന് പറഞ്ഞു. ചുമ്മാ പോയി നോക്കി. അപ്പം ഈ ഓഡീഷൻസ് ഒക്കെ ഫേക്ക് ആണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഈ ഓഡീഷന് പോയപ്പോ മറ്റേ ഫീൽ ആയത് ഭയങ്കര എക്സൈറ്റഡ് ഒന്നുമല്ല. ഇവരും പറ്റിക്കുമായിരിക്കും, ഇവരും പറയുമായിരിക്കും. നോക്കുമ്പോ ഓഡീഷന് ഞങ്ങൾ മറ്റേ ക്യൂ ഒക്കെ നിൽക്കുമ്പോ എല്ലാവർക്കും ജ്യൂസ് ഒക്കെ തരുന്നു. ഓഡീഷന് ജ്യൂസ് ഒക്കെ, വെള്ളം പോലും തരാറില്ല, ജ്യൂസ് തന്നോ. അപ്പോഴത്തേക്ക് ഓക്കെ, അതിലൊരു ട്രീറ്റ് ചെയ്യുമ്പോഴും ഒരു ഡൗട്ട് അല്ലേ ഇങ്ങനൊക്കെ എനിക്കുള്ള കിഡ്നി എഴുതിയെടുക്കും, പുതിയ പരിപാടി നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ അങ്ങനെ വന്ന് നമ്മൾ അവിടെ ആ ഓഡിഷനിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്തപ്പം അങ്ങനെ ഇങ്ങനെ കുറെ പറഞ്ഞു, എല്ലാം ചെയ്ത് വരുമ്പോ ഞാൻ ആ ഡോർ ഇങ്ങനെ അടയ്ക്കാൻ നേരം ജസ്റ്റ് എൻ്റെ പെരിഫറൽ വ്യൂസിൽ എനിക്ക് കാണാം, ലൈക്ക് ഇങ്ങനെ അടയ്ക്കാൻ നേരം ഇതിന്റെ ഡയറക്ടർ ഡിജോ ചേട്ടനും ഇത് ക്യാമറ ചെയ്തുകൊണ്ടിരുന്ന, എനിക്ക് തോന്നുന്നു അന്ന് ഗോദയുടെ ക്യാമറമാനായിരുന്നു ആദ്യം ചെയ്യാനിരുന്നത്. അപ്പൊ വിഷ്ണു ചേട്ടൻ, ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മറ്റേ കൊള്ളാനുള്ളൊരു റിയാക്ഷൻ. ഓക്കെ, അത് കിട്ടുവോ കിട്ടില്ലേ? പിന്നെ ഞാൻ ഓർക്കും, ഞാനിങ്ങനെ കുറെ ആഗ്രഹിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കിട്ടാതെ നോക്കുമ്പോ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിളി വരുന്നു. ആ സമയം എന്ന് പറഞ്ഞാൽ വീട്ടില് മറ്റേ ഗൾഫിലേക്ക് മറ്റേ പഠിത്തം കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയിരിക്കും. അപ്പം ഗൾഫിൽ അതിന്റെ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ലിറ്ററലി ആ സമയത്ത് ഇങ്ങനെയൊക്കെ രീതിയിലാണ് ഞാൻ പറഞ്ഞു ഒരു തവണ ഞാൻ ഇത് ചെയ്തു നോക്കിയിട്ട് ഞാൻ ഇത് ചെയ്യാൻ യോഗ്യനല്ലെന്ന് തോന്നുന്ന നിമിഷം ഞാൻ ഇറങ്ങും എന്ന്. ഞാനിങ്ങനെ ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ കോൾ വരുന്നത്. അതിൽ സെലക്റ്റഡ് ആയി നെക്സ്റ്റ് ഓഡിഷന് വരണം. വിശ്വസിച്ചായിരുന്നോ കോൾ വന്നപ്പോ? ശരിക്കും ഇല്ല, ആ കോൾ എനിക്ക് ആ നേരം ഭയങ്കര ധൈര്യമാണ്. ഞാൻ അത് നമ്മുടെ വീട്ടിൽ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു മൂഡിലാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 2-3 ഓഡീഷൻസ് കഴിഞ്ഞാണ് സെലക്ട് ആവുന്നത്. അപ്പം ആ സെലക്ട് ആയി അതില് 2-3 ഓഡീഷൻസ് ഉണ്ടായിരുന്നു. 2-3 തവണ ഞങ്ങൾ 3000 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ വന്ന ഞങ്ങൾ അവസാനം ഒരു 8 പേരാവുന്നത്. അപ്പൊ അതിൽ വന്ന് എനിക്ക് ലാലേട്ടന്റെ ഫാൻ ആയിട്ട് ആണെന്നുള്ള ക്യാരക്ടർ പറയാ. ഞാൻ മമ്മൂട്ടി ഫാൻ ആണ്, എനിക്ക് ലാലേട്ടന്റെ ഫാൻ ബോയ് ആയിട്ട് അഭിനയിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞാലില്ലേ, ചിലതൊന്നും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതൊക്കെ ആ രീതിയിൽ അത് വന്ന് വരുക. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഏത് ഒരു സിനിമയിൽ പറയും, അവര് പറയും യു ആർ സെലക്ടഡ് എന്ന് പറയും, അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വരുന്ന വഴി രീതി നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ഈ പോക്ക്. മനസ്സിലായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചൈതന്യാണെങ്കിൽ ഇപ്പൊ ഒരു തവണ വീഡിയോ ചെയ്യുമ്പോൾ ചുമ്മാ ചെയ്തു, പിന്നെ ചെയ്ത് ഒരു പോയിന്റ് ഉണ്ടല്ലോ, എന്നായിരിക്കും എന്നെ സിനിമയിൽ നിന്ന് വിളിക്കുന്ന ഒരു കോളൊന്ന് വെയിറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? എനിക്ക് സിനിമ ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോ പക്ഷെ എനിക്ക് എങ്ങനെയാ ഒരു വഴിയില്ല, എനിക്ക് അറിയില്ല എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം എന്നെ വീഡിയോസിലൂടെയാണ് കുറെ പേരൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്.
അങ്ങനെയാണ് ഞാൻ സ്റ്റാർ മാജിക്കിൽ എത്തിയത്. അങ്ങനെയാണ് ഞാൻ ഒരു മ്യൂസിക് വീഡിയോ മനസ്സിൽ ഞാനാണോ എന്ന് പറയുന്ന മ്യൂസിക് വീഡിയോ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പടത്തിൽ വരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അല്ല നമ്മളെന്താ പറയുക, നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ആഗ്രഹം വരും. അപ്പൊ നമ്മൾ ഓർക്കുമല്ലോ എപ്പോഴും അതിന്റെ ഒരു നെക്സ്റ്റ് പോയിന്റ് എപ്പോഴാ വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സമയം നമുക്ക് ഈ നമ്മുടെ ആഗ്രഹവും ഈ ചില നേരത്ത് പെട്ടെന്ന് സംഭവിക്കുന്ന ഇതെല്ലാം ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നമ്മുടെ ലൈഫും പോകുന്നത്.